അഖിൽമാരാർ ഇലക്ഷനിൽ തോറ്റേ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാനുള്ളൊരു വീഡിയോ അല്ല. നേരെ മറിച്ച് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് തീരെ ജനപിന്തുണ ഇല്ലാണ്ടായി പോയത് എന്നതിനുള്ള കുറച്ച് കാരണങ്ങളൊന്ന് പറഞ്ഞു തരണം തോന്നി കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, തോറ്റു പക്ഷേ ജയിച്ചവരെക്കാൾ കൂടുതൽ ഭയങ്കര ആത്മാർത്ഥതയും അഹങ്കാരവും കോൺഫിഡൻസും ഒക്കെ ഈ അഖിൽമാരാറിനോ അഞ്ജലിക്കോ കൂടുതലാണ്. കാരണം ജയം എന്ത് തോൽവി എന്തെന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകമെങ്കിലും ഒരു മനുഷ്യനുണ്ടായിരിക്കണം. ഇതില്ലാത്ത വ്യക്തികൾക്ക് ജയിച്ചാൽ എന്ത് തോറ്റാൽ എന്ത് അവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ബിഗ് ബോസിൽ ജയിച്ചു എന്ന് കരുതി ജനപ്രീതി കിട്ടണമെന്നുണ്ടോ? ശരിയാ, ജനപ്രീതി കിട്ടും, ഏറിയാൽ ഒരു വർഷം. അത് കഴിഞ്ഞ് ഇവർ മീഡിയയ്ക്ക് മുന്നിലൂടെ അല്ലേ നാട്ടുകാർ കാണാൻ പറ്റുള്ളൂ. ഇവരെന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ സാധാരണക്കാരൊക്കെ പൊട്ടന്മാരാണ് എന്നുള്ളൊരു വിചാരം ഇവരെ പോലുള്ള ആളുകൾക്കുണ്ട്. എസ്പെഷ്യലി അഖിൽമാരാറുണ്ട്. ബിഗ് ബോസിൽ ഇയാൾ വിൻ ചെയ്തു. ഞാനൊന്നും അധികം വോട്ട് ചെയ്യില്ലായിരുന്നു. ഞാൻ റിനോഷിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ആളാണ്. എനിക്ക് തോന്നുന്നത് ഈ അഖിൽമാരെ ഇലക്ഷന് തോറ്റു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം വന്നത് റിനോഷിനായിരിക്കും. റിനോഷിൻ്റെ കൂടെ നടക്കുന്ന ഈ യൂട്യൂബർ ആയിട്ടുള്ളൊരു പയ്യനുണ്ട്, റൗണ്ടും മുകളുള്ള ഇച്ചിരി പൊക്കം കുറഞ്ഞ ആ പണി സിനിമയിൽ സാഗർ സൂര്യയുടെ ഒപ്പം വരുന്ന, അതിൻ്റെ പേരെനിക്ക് എപ്പോഴും മറന്നു, ജുനൈസ്. ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരിക്കുന്ന റിനോഷും ജുനൈസും ആയിരിക്കും. കാരണം അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തിയെ ആ ഗെയിം കഴിഞ്ഞാലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അടുപ്പിക്കില്ല എന്ന് പറഞ്ഞ് ആ ഒരു ഒറ്റ നിലപാടോടുകൂടി ഇത്ര വർഷങ്ങൾക്ക് ശേഷവും നിൽക്കുന്ന രണ്ട് വ്യക്തികൾ ഈ സാഗർ സൂര്യയും ഈ ജുനൈസുമാണ്. അവരുടെ കൂട്ടത്തിൽ മിഥുൻ ഉണ്ടായിരുന്നു, നൊബേൽ പ്രൈസ് വിന്നർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ കയറി കൂടിയ ഒരാളുണ്ടല്ലോ, ഒരു മിലിറ്ററി ലവ് സ്റ്റോറിയൊക്കെ പറഞ്ഞ് നമ്മളെയൊക്കെ ഞെട്ടിത്തെറിപ്പിച്ചൊരു പുള്ളി. ആ പുള്ളിയും റിനോഷിൻ്റെ ജുനൈസിൻ്റെയും കൂടെ ആയിരുന്നു. പക്ഷേ പുള്ളിയുടെ നിലപാടില്ലായ്മ കാരണം പിന്നീട് അഖിലേട്ട എന്ന് പറഞ്ഞ് പുറകെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ അഖിലിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളല്ല, പക്ഷേ അത്രയും ജനപിന്തുണ കിട്ടി പുള്ളിക്കാരന് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ഇവരുടെയൊക്കെ വിചാരം ബിഗ് ബോസിൽ ജയിച്ച് വന്നാൽ ജനനായകനാണെന്നാണ്. അതായത് ബിഗ് ബോസിൽ ജയിച്ചു, ഒരു കോടിയോ 1 ലക്ഷം വോട്ടോ, ആ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ഷന് നിന്ന് കഴിഞ്ഞാൽ അത്രയും വോട്ട് കിട്ടുമെന്ന് ഇവരെന്താ വിചാരിച്ച്? സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് പ്രായോഗിക ബുദ്ധിയില്ലെന്ന് ഞാൻ ആലോചിക്കുക. ഇവർ 100 ദിവസം അവിടെ നിന്ന് എങ്ങനെ ഡ്രമാറ്റിക്കലായിട്ട് ജീവിക്കാമെന്നുള്ളത് അവരുടെ ബ്രെയിനിൽ അങ്ങ് എന്നാ പറയുന്നത്, അവരുടെ ആ ഒരു വ്യക്തിത്വത്തിൽ അങ്ങ് പദമായിപ്പോയി. അവർക്ക് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ പറയാനോ പിന്നീട് പറ്റുന്നില്ലേ എന്നുള്ള കാര്യം തന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കാരണം ഇലക്ഷൻ സമയത്ത് അഖിൽമാരാർ പറഞ്ഞൊരു കാര്യമുണ്ട്, പല രീതികളിൽ പുള്ളി പറഞ്ഞു, ബിഗ് ബോസ് കണ്ടവർ എന്നെ വിജയിപ്പിക്കും. രണ്ടാമത് എന്തോ RSSകാർ മാറി നിന്നു, അവരിങ്ങനെ സംസാരിക്കുന്നത് കേട്ടു, ബിഗ് ബോസിൽ കിട്ടിയ വോട്ടിൻ്റെ പകുതി കിട്ടിയാൽ തന്നെ 30,000 ഭൂരിപക്ഷത്തിന് അഖിൽമാരാർ ജയിക്കും. അപ്പോൾ അഖിൽമാരാറിനെ പോലെയുള്ള ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് എന്തുകൊണ്ട് റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ഇലക്ഷന് വിജയിക്കാൻ ബിഗ് ബോസിൽ വോട്ട് ചെയ്ത ആളുകൾ നിൽക്കുമെന്നുള്ള ചിന്ത, അങ്ങനെയാണെങ്കിൽ ഇലക്ഷന് നിൽക്കാൻ പോകുന്ന നമ്മുടെ നേതാക്കന്മാരെ, ഇപ്പം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളെ ബിഗ് ബോസിൽ കൊണ്ടുപോയാൽ പോരെ? ഈ ഒരു സീസൺ, ഇനി വരാൻ പോകുന്ന 8ാമത്തെ സീസണാണെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ സീസൺ 8 പിണറായി വിജയൻ, ചാണ്ടി ഉമ്മൻ, അതുപോലെ ചന്ദ്രശേഖർ നായർ, അഖിൽമാരാർ, അഞ്ജലി, ഇവരെയൊക്കെ ഒരു ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടിട്ട് അതിൽ വിൻ ചെയ്യുന്ന ആളുകളെ അപ്പോൾ നമുക്ക് നമ്മുടെ നേതാക്കന്മാരായിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റില്ലേ? അവരെ ആ സ്ഥാനത്തേക്ക് നമുക്ക് വെക്കാൻ പറ്റില്ലേ? അതൊരു ഇലക്ഷനായിട്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ബിഗ് ബോസിൽ നിന്ന് ജയിക്കുന്ന വ്യക്തികൾക്ക് ജനപിന്തുണ കിട്ടുമെന്നുള്ളത് ഇവരുടെ തെറ്റായിട്ടുള്ള ധാരണയാണെന്ന് ഇപ്പോൾ മനസ്സിലാകാം. പിന്നെ തോറ്റു കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, അങ്ങനെ കാണിക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ചമ്മി പോകുമല്ലോ. ഇനി ഇവരെന്ത് കാണിച്ചാലും ഇതിൻ്റെ റിയാലിറ്റി എന്തെന്ന് മനസ്സിലാക്കാനുള്ള കുറച്ച് ബോധമൊക്കെ നമ്മൾ സാധാരണക്കാർക്കുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് പരാജയത്തിന് പിന്നിൽ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് പുള്ളി എന്തോ വലിയ സംഭവമായിട്ടാണ് പുള്ളി ഈ മീഡിയയ്ക്ക് മുന്നിലൊക്കെ വന്നിരുന്ന എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്. പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂസ് കാണുമ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, പുള്ളിക്ക് സ്വന്തമായി ചിന്തിച്ച് പറയാനുള്ള കഴിവില്ല. പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ പണ്ട് ആരാണ്ടോ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പ്രായമുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ, പുള്ളി അത് കുറച്ചുകൂടി അങ്ങോട്ട് ഈ മസാലയൊക്കെ ചേർത്ത് വലിയ രീതിയിൽ അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ പുള്ളിയുടെ വിചാരം പുള്ളി എന്തോ വലിയ കാര്യം പറയുന്നു എന്നുള്ളതാണ്. കേൾവിക്കാർക്ക് മനസ്സിലാവും ഇത് ചുമ്മാതെ പൊട്ടത്തരമാണ്. അതിനുള്ളൊരു വലിയ ഉദാഹരണമാണ് ഈ 2-3 ആഴ്ചകൾക്ക് മുന്നേ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ
ഭയങ്കര വൈറലായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല. പക്ഷേ ഇദ്ദേഹം തോറ്റു പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എന്നെ വെല്ലുവിളിച്ച് കമൻറ്റ് സെക്ഷനിലൊക്കെ വന്നു, കാണാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ കാണാം. ഓക്കെ, അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞ ആ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ആ ഒരു കാര്യം പറഞ്ഞാൽ, സ്ത്രീകൾ പണ്ടൊക്കെ പ്രസവിച്ചിരുന്നത് എൻജോയ് ചെയ്തായിരുന്നു, സുഖിച്ചങ്ങോട്ട് പ്രസവിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അപ്പം ആ ഒരു സംഭവം പുള്ളിക്ക് എവിടെ നിന്നാണ് വന്നതെന്നറിയാമോ? ഈ നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ പറയാറുള്ളൂ, പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ അരി ഇടിച്ചുകൊണ്ട് നിന്നപ്പോൾ പ്രസവവേദന വന്നു, ഓടിപ്പോയി പ്രസവിച്ചു എന്ന് നമ്മളിത് കേൾക്കുന്ന കാര്യമാണ്. പക്ഷെ അവരാ പ്രസവിച്ചു എന്ന് പറയുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് അവർ അനുഭവിച്ച 3-4 ദിവസങ്ങൾ ഇരുട്ടുമുറിക്കുള്ളിൽ ഒരു മിഡ് വൈഫിൻ്റെ കൂടെ ഇരുട്ടുമുറിക്കുള്ളിൽ പ്രസവവേദന തിന്നുന്നതും അത്രയും വേദനകൾ ഒറ്റയ്ക്ക് സഫർ ചെയ്ത് ആരുടെയും സപ്പോർട്ടില്ലാതെ സുഖപ്രസവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ കഷ്ടപ്പെടുന്നതും ഒന്നും അവർ പറയുന്നില്ല. മനസ്സിലായില്ലേ? അവരനുഭവിച്ച വേദനകൾ ദുഃഖങ്ങളൊക്കെ വളരെ ലൈറ്റായിട്ടാണ് ഈ അപ്പൂപ്പന്മാരും അമ്മമാരും നമ്മുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്തു തരുന്നത്. മനസ്സിലായോ? എന്ന് കരുതി അവർ വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിച്ച ആളുകളല്ല. ഒരുപാട് കഷ്ടപ്പെട്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജീവിച്ച ആളുകളാണ് നമ്മുടെ മുൻ തലമുറക്കാർ. അപ്പോൾ ഈ അപ്പൂമാരും അമ്മൂമാരും അമ്മാവന്മാരും അമ്മായിമാരൊക്കെ പറയുന്നത് എവിടുന്നോ പുള്ളി കേട്ടിട്ട് അത് വന്നങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യുക. ഈ പറയുന്ന സമയത്ത് പുള്ളി ചിന്തിക്കുന്നില്ല ഇത് അന്നത്തെ കാലമല്ല, ഇത് ഇന്നത്തെ കാലമാണ് എന്ന്. അറ്റ്ലീസ്റ്റ് ഇത്രയും ചിന്തിക്കാൻ പുള്ളിക്ക്. മെഡിക്കൽ സയൻസ് എത്രമാത്രം ഡെവലപ്പ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം, അന്നത്തേനേക്കാളും ഇത്രത്തോളം ഡെവലപ്പായ മെഡിക്കൽ സയൻസ്. ഓഫ് കോഴ്സ് എല്ലാത്തിലും ഒരു ബിസിനസ് സംഭവങ്ങളുണ്ട്, എലമെൻസ് ഉണ്ട്. പക്ഷേ ഇത്രയും ഡെവലപ്പായിട്ടും സി സെക്ഷൻ അല്ലെങ്കിൽ നോർമൽ ഡെലിവറിയെ എന്തുകൊണ്ടാണ് ഇത്രയും പലപ്പോഴും മരണങ്ങൾ പോലും നടക്കുന്നത്? മിക്കപ്പോഴും ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലൊക്കെ എത്ര വാർത്തകൾ, വർഷത്തിന് 2-3 വാർത്തകൾ കേൾക്കാം, അമ്മ മരിച്ചു, കുഞ്ഞ് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ സ്വന്തമായിട്ട് ഉള്ളിൽ നിന്ന് ഒന്നും വരാതെ ആരോ പറഞ്ഞു കേട്ട കാര്യങ്ങൾ കുറച്ച് മണ്ടത്തരം മസാല ചേർത്ത് വന്നിരുന്ന് വിളമ്പുമ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലാകും യാതൊരു സാമൂഹിക പ്രതിബദ്ധതയുമില്ല, സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചും യാതൊരു ബോധവുമില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യത്വം, ഹ്യൂമാനിറ്റി, അത് സ്ത്രീകളോട് പുള്ളിക്ക് തീരെ കുറവാണ്. പക്ഷെ ഞാനിവിടെ ആ ഒരു ഡിസ്ക്രിമിനേഷൻ പറയുന്നില്ല. സ്ത്രീകളെ പുള്ളിക്ക് ഇഷ്ടമില്ല, പുള്ളി ഒരു മെയിൽ ഷോവനിസ്റ്റാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഒരുമിച്ചങ്ങ് പറയാം, ഒരു ഹ്യൂമാനിറ്റി ഉണ്ടായിരിക്കും. അത് സ്ത്രീയെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിലും പുരുഷനെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിലും. അതുപോലെ ചൂരൽമലയിൽ ഈ ഉരുൾപൊട്ടൽ സമയത്ത് മുഖ്യമന്ത്രിയുടെ ആ ഒരു ഫണ്ടിലേക്ക് ആരും പൈസ കൊടുക്കരുത്, ഞാൻ കൊടുക്കാം, ഞാൻ എൻ്റെ കോട്ടാത്തലയിലെ വീട് കൊടുക്കാമെന്ന് പറഞ്ഞു. ചൂരൽമലയിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആളുകൾ പുള്ളിയുടെ കോട്ടാത്തലയിലെ വീടിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞ് കണ്ണിൽ ചോരയില്ലായ്മ പറഞ്ഞ് അത് ഞങ്ങൾ കേട്ട് ജനങ്ങൾക്ക് അഖിൽമാരാർന്ന് പറഞ്ഞു പുള്ളിക്കാരനെ ജനങ്ങളുടെ നേതാവാക്കാൻ പോയിട്ട് അയൽവക്കത്ത് പോലും കൊണ്ട് നിർത്താൻ പറ്റില്ല എന്നുള്ളൊരു സത്യാവസ്ഥ ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. പക്ഷേ അത് ഈ ഇലക്ഷനിലൂടെ എല്ലാവരും തെളിയിച്ച് കൊടുത്തിട്ടും വാക്കുകൾ മാറ്റി പറഞ്ഞ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് മാറ്റി പറയും. പുള്ളി പറഞ്ഞ കാര്യങ്ങൾ അത് തെറ്റാണ് എന്ന് സൊസൈറ്റി മുഴുവൻ ഇദ്ദേഹത്തിനെതിരെ നിന്ന് പറഞ്ഞു കൊടുത്താലും പറഞ്ഞ് മനസ്സിലാക്കിയാലും എയറിൽ കയറ്റിയാലും പുള്ളി കുറച്ച് കഴിയുമ്പോൾ വന്ന് പറയും ഞാൻ അതല്ല ഉള്ളിൽ ഉദ്ദേശിച്ചത്. പുള്ളിയുടെ തെറ്റിനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. ഇനി തെറ്റാണെന്ന് പുള്ളിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് ഒരു കള്ളം മറയ്ക്കാൻ ഒരു 10,000 കള്ളങ്ങൾ പറയും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തോറ്റ് കഴിഞ്ഞപ്പോൾ ഈ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിനകത്ത് പറയാം, ഞാനും ഉമാ തോമസുമായിട്ടല്ലല്ലോ മത്സരിച്ചത്, ഞാൻ ഉമാ തോമസിനെതിരെ ഒന്നും പറഞ്ഞില്ല, ഇത് 2 രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള മത്സരമായിരുന്നു എന്ന്. പക്ഷേ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുന്നേ വരെ പോലും ഉമാ തോമസ് എന്നുള്ള പേര് അത്യാവശ്യത്തിനല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും എടുത്ത് ഇട്ട്. ഒരു ഉദാഹരണം പറയാം. തൃക്കാക്കര പഞ്ചായത്തിൽ തൃക്കാക്കര എന്താണ് പറയുന്നത് ആ ഒരു ഏരിയയിൽ ഈ ഉമാ തോമസ് എന്തോരം ഫ്ലെക്സുകളാണ് വെച്ചിരിക്കുന്നത്, എന്തോരം പൈസ അവരിറക്കിയിരിക്കുന്നത് എന്ന് തുടങ്ങി ഉമാ തോമസിനെതിരെ വ്യക്തിപരമായ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പുള്ളിയുടെ
വർത്തമാനങ്ങൾ മീഡിയയിലൂടെ നമ്മളൊക്കെ കണ്ടതാണ്. ഉമാ തോമസുമായിട്ടായിരുന്നു പുള്ളിയുടെ മത്സരം എന്ന് പുള്ളി പറഞ്ഞ ഓരോ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സാധാരണ ഈ പൈങ്കിളി ചാനലുകളൊക്കെ പുള്ളിയുടെ പുറകെ നടന്ന് ഓരോരോ വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊന്നും പുള്ളി കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം പാർട്ടിയായിട്ട് പുള്ളി കണ്ടിട്ടില്ല, വ്യക്തിപരമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ തോറ്റു കഴിഞ്ഞപ്പോൾ, തോറ്റല്ലോ അഖിലേട്ടാ നിങ്ങൾ തോറ്റുപോയല്ലോ എന്നൊക്കെ മീഡിയ നീലക്കുയിലൊക്കെ പോയി ചോദിക്കുന്ന സമയത്ത് പുള്ളി പറയുന്നത്, എനിക്ക് ഉമാ തോമസുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, ഉമാ തോമസും ഞാനും തമ്മിലല്ലല്ലോ മത്സരം, ഞാൻ 2 പാർട്ടികൾ തമ്മിലാണല്ലോ മത്സരം എന്ന്. അതായത് ആദ്യം പറഞ്ഞതിനെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഉൾട്ടയാക്കി വീണെടുത്ത് കിടന്ന് ഉരുണ്ട്, ചുരുക്കം പറഞ്ഞാൽ ഒരു കള്ളം മറയ്ക്കാൻ ഒരു 10,000 കള്ളങ്ങൾ പറയുന്ന ഒരുമാതിരി സ്വഭാവം. പിന്നെ ഡിസ്ക്രിമിനേഷൻ ഭയങ്കരമാണ്. അത് ജാതീയമായിട്ടോ വർഗീയമായിട്ടോ മറ്റു രീതിയിൽ ഒന്നുമല്ല. ആണ് പെണ്ണ്, കുറച്ച് മുമ്പേ ഞാനതൊന്ന് തൊട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അവരിച്ചിരി താഴെ, അവരെ കണ്ടുകൂടാ എന്നൊന്നും അല്ല കേട്ടോ. സ്ത്രീകളെ കണ്ടുകൂടാ എന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും അല്ല, സ്ത്രീകളെയൊക്കെ ഇഷ്ടമാണ് പുള്ളിക്ക്. പക്ഷേ ഈ പുരുഷന്മാർക്ക് സ്ത്രീകൾ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് തിരിച്ച് പുള്ളി സ്ത്രീകൾക്ക് കൊടുക്കില്ല. മനസ്സിലായില്ലേ? പുള്ളിയുടെ കണ്ണിൽ സ്ത്രീകളെല്ലാം വെറും റോബോട്ട്സാണ്, മെഷീൻസാണ്. അവരുടെ വികാരങ്ങളൊന്നും പുള്ളിക്കൊന്നുമല്ല. പക്ഷെ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് വേണം പുകഴ്ത്തലുകൾ. സ്വന്തം ഭാര്യ, ഈ ആനീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ഈ പഴയ നടി ആനിയുടെ ഒരു പ്രോഗ്രാം അമൃതയിലുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇയാളുടെ ഏത് ഇൻ്റർവ്യൂസും ഭയങ്കര വൈറലാണ്. എനിക്ക് തോന്നുന്നത് ഇയാളെ ഈ ഇൻ്റർവ്യൂവിന് വലിയ വലിയ ചാനൽസൊക്കെ വിളിക്കുന്നത് ആ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ജയിച്ചോ തോറ്റതാണെന്നുള്ളൊരു നാണക്കേട് പോലും ഇവർക്ക് ആ ഒരു വികാരം വരാത്തതിൻ്റെ കാര്യം തിരിച്ചറിയാനുള്ള വിവേകം വേണ്ടേ. അപ്പം ഈ വലിയ ചാനൽസൊക്കെ ഇൻ്റർവ്യൂവിനും ഇതുപോലുള്ള ഷോയ്ക്കൊക്കെ വിളിക്കുമ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇവരെങ്ങ് ഭയങ്കര ജനനായകനാണെന്നോ. ഒന്നുമല്ല, അവരുടെ ആ ചാനലിന് റീച്ച് വേണം. കാരണം നിങ്ങൾ പറയുന്നത് മുഴുവൻ സൊസൈറ്റിക്ക് ദഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ ചൊറിച്ചിൽ വരുന്ന നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ അടുത്ത് ഇവരെ ട്രോളാക്കും. ഇവർക്ക് ഇതെങ്കിലും കണ്ടൊന്ന് നന്നായിക്കൂടെ എന്ന് വിചാരിച്ച്, മനസ്സിലായല്ലേ? അപ്പോൾ ആനീസ് കുക്കിംഗ് ആ ഒരു ചാനലിൽ പുള്ളിക്കാരൻ്റെ വൈഫ് പുള്ളിക്കാരനെ കുറിച്ച് വളരെ പുകഴ്ത്തി സംസാരിക്കുന്നു. ആ പുകഴ്ത്തലുകളെല്ലാം കേട്ട് പുള്ളി ഇങ്ങനെ കുറച്ചുകൂടെ നട്ടലൊക്കെ വിരിച്ചിങ്ങനെ ഇരുന്നിട്ട് ഭാര്യ എന്തോ പറഞ്ഞാൽ പറയാം. അതിന് നമുക്ക് വിവരം വേണ്ടേ, ബുദ്ധി വേണ്ടേ, ഇതൊക്കെ നമ്മൾ പറയുന്ന എന്തെങ്കിലും മനസ്സിലാകണ്ടേ? അതായത് അടുത്തിരിക്കുന്ന ഭാര്യയ്ക്ക് ഒരു ബോധവുമില്ല. എങ്ങനെ ബോധം വരും? 10-14 വർഷമായിട്ട് ഇയാളുടെ കൂടെയല്ലേ ജീവിക്കുന്നത്. കൂടെ ജീവിക്കുന്ന ആൾക്ക് ബോധമുണ്ടെങ്കിലല്ലേ ഭാര്യയ്ക്ക് വരത്തുള്ളൂ. അവരുടെ അന്ധതയ്ക്കും അവരുടെ ബോധമില്ലായ്മയ്ക്കും, നിങ്ങൾ പറയുന്ന അവരുടെ അറിവില്ലായ്മയ്ക്കും പിന്നിൽ നിങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ഭാര്യയെ കൊണ്ടിരുത്തി നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകണം എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള മാനേഴ്സ് പോലും ഇല്ലാത്ത അഖിൽമാരാണ് എങ്ങനെ ജനങ്ങളുടെ പിന്തുണ കിട്ടി ഇലക്ഷനിലൊക്കെ വിജയിച്ച് MLA ഒക്കെ ആവുക എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ, അടുത്തൊരു 100 വർഷത്തേക്ക് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇൻ കേസ് ഇയാൾ ഒരിക്കലും ജയിക്കത്തില്ല, ചുമ്മാ ഒന്ന് സങ്കല്പിക്കൂ. ഇയാൾ ജയിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥയെന്നറിയാമോ? ഒരിക്കലും ആത്മാർത്ഥത ഉള്ള ഒരു ജനനായകനായിട്ട് ഇയാൾ നമുക്ക് കാണാൻ പോലും പറ്റില്ല. ഇയാൾ ജയിച്ച് MLA ആയിരുന്നെങ്കിൽ കൃത്യം 1 വർഷങ്ങൾക്ക് ശേഷം പുള്ളി രാജിവെക്കേണ്ടതായിട്ട് വന്നേനെ. അത്രത്തോളം മണ്ടത്തരങ്ങളും അഹങ്കാരങ്ങളും, ഓവർ കോൺഫിഡൻസ്. എല്ലാവർക്കും കോൺഫിഡൻസ് വേണം. നമുക്ക് എല്ലാവരും നമ്മളിങ്ങനെ ഇപ്പം കുറച്ചൊന്ന് ഡിമ്മായിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ നമ്മളെ കുറച്ചൊന്ന് മോട്ടിവേറ്റ് ചെയ്യും. നമ്മളൊന്ന് ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി നമുക്കത് ആവശ്യമാണ്. പക്ഷേ നമുക്ക് ചുമ്മാതെ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ സ്വയം ഭയങ്കര ഉള്ളിൽ വിൽ പവറൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ ചുറ്റും നമ്മൾ എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധം, തിരിച്ചറിവ് വന്നിട്ട് അങ്ങനെയാണ് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് ആ ഒരു കുറച്ച് നല്ല വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് അല്ലേ. ഇപ്പം ഞാൻ കുറച്ച് ഡള്ളായിട്ടിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറയാം, നീ പേടിക്കണ്ട, നീ നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കേട്ടങ്ങോട്ട് പുളകം കൊള്ളുന്നുണ്ടെങ്കിൽ ഓർത്തോണം, എൻ്റെ തലയ്ക്കകത്തൊന്നുമില്ല, എനിക്ക് ബുദ്ധി പറഞ്ഞൊരു സാധനമില്ല. നേരെ മറിച്ച് ഞാൻ എന്ത് കാര്യത്തിലാണോ ഞാൻ എന്താണ് അതിനനുസരിച്ചുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിച്ച് ആ ഒരു കോൺഫിഡൻസ്, അതിലാണ് നമ്മളാകുന്നത് അല്ലേ. അപ്പോൾ സ്വന്തമായിട്ട് തിരിച്ചറിവില്ല, സ്വന്തമായിട്ട് ഒന്നുമില്ല, ഉള്ളത് ഭയങ്കര അഹങ്കാരമാണ്.
അപ്പോൾ ഇതൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു കാര്യം അഖിൽ മാരാർ മനസ്സിലാക്കണം, ബിഗ് ബോസിൽ ജയിച്ചെന്ന് കരുതി MLA ആകാനോ മന്ത്രിയാകാനോ ഒന്നും പോകുന്നില്ല. പിന്നെ ഇദ്ദേഹത്തിന് അടുത്തൊരു പോരായ്മ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നല്ലത്, ബാക്കി ആര് ചെയ്യുന്ന എന്ത് കാര്യങ്ങളും തെറ്റാണ്. അതായത് പുള്ളി ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ബിഗ് ബോസിൽ വന്നപ്പോഴും പുള്ളി ഫിലിം ഇൻഡസ്ട്രിയിൽ എന്തോ കാര്യമാണെന്നൊക്കെ പറഞ്ഞത്. അതിനുശേഷം പുള്ളി ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അതിനകത്ത് പൃഥ്വിരാജിനെ അടച്ചങ്ങോട്ട് ആക്ഷേപിക്കുന്നു. അയാൾക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമ അദ്ദേഹം അഭിനയിക്കില്ല, എന്ത് സിനിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ സിനിമയെ വളരെ പുച്ഛിച്ചാണ് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു ഇൻ്റർവ്യൂ കൊടുത്ത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇയാളുടെ ഒരു സിനിമ വന്നു, മുള്ളംകള്ളിയാ എന്തോ ഒരു സിനിമ. ആ സിനിമ ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടാൽ, ആ സിനിമ ശരിക്കും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് 3-4 വയസ്സുള്ള കുട്ടി വല്ലതും ആണോ എന്ന് നമ്മൾ അങ്ങനെയാണെങ്കിൽ പോലും അതിൽ ബെറ്ററായിട്ട് ഡിറക്ഷൻ ഉണ്ടാവും, അഭിനയം ഉണ്ടാവും. അഖിൽ മാരാറിൻ്റെ അഭിനയം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് അത്ര മോശമായിട്ട് പറഞ്ഞ അഖിൽ മാരാർ, നിങ്ങളുടെ സിനിമയിൽ അതിനേക്കാൾ മെച്ചമായിട്ടുള്ളത് എന്തെങ്കിലും കൊണ്ടുവരേണ്ടതായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ, ആ സിനിമ തുടങ്ങി 5-ാമത്തെ മിനിറ്റ് നമ്മളത് ഓഫ് ചെയ്യും. സ്വന്തമായിട്ടുള്ള കുറവുകളെ അക്സെപ്റ്റ് ചെയ്യേണ്ട, പക്ഷേ മറ്റൊരാളുടെ അവരുടെ ആ ഒരു സൃഷ്ടി, ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമ ഇഷ്ടമല്ലാത്ത എത്ര പേരുണ്ട്. ആ സിനിമ കണ്ട് ഒരു പോയിന്റിൽ പോലും ഒരു സീക്വൻസ് പോലും കണ്ടിട്ട് ചിരിക്കാത്ത എത്ര പേരുണ്ട്. അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ സിനിമ. അതിൻ്റെ ആ ക്ലൈമാക്സ് സീനൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഗുരുവായൂർ അമ്പലനടയിൽ അതിൻ്റെ വാലേ കിട്ടാൻ കൊള്ളില്ലായിരുന്നു മുള്ളൻകൊല്ലി എന്ന് പറയുന്ന സിനിമ. അപ്പം സ്വന്തമായിട്ടൊന്നും കഴിവില്ലെങ്കിലും മറ്റുള്ളവരുടെ കഴിവുകളെ ഇവർ അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് മാത്രമല്ല, 4 ആൾ കൂടുന്ന സഭയിൽ അവരെ അങ്ങോട്ട് വെട്ടി അരിഞ്ഞു കുത്തി അവരൊന്നും ഇല്ലാണ്ടാക്കി കളയും. അപ്പോൾ അതിനെല്ലാം ഉള്ളൊരു ഉത്തരമാണ് ഈ 2026 ഇലക്ഷനിൽ അഖിൽ മാരാറിന് കിട്ടിയിരിക്കുന്നത്, അഞ്ജലിക്ക് കിട്ടിയിരിക്കുന്നത്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ നിന്ന് വിൻ ചെയ്തു, ശരിയാണ്, അതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ബിഗ് ബോസിൽ വിൻ ചെയ്ത വിന്നേഴ്സ് നാളെ MLA ആകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നാളെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കേണ്ട ഇതുപോലുള്ള ഇലക്ഷൻ അതുപോലുള്ള കാൻഡിഡേറ്റ്സിനെ ബിഗ് ബോസിൽ കൊണ്ട് നിർത്തിയാൽ പോരെ. ഇപ്പം നിങ്ങൾ ആലോചിക്കും, തമിഴ്നാട്ടിൽ വിജയ് ആകുന്നുണ്ടല്ലോ, വിജയ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അതൊരു പ്രസ്ഥാനമാണ്. അദ്ദേഹത്തിൻ്റെ ബിഗ് ബോസിൽ കൂടി ജയിച്ചു വന്ന ആളല്ലല്ലോ വിജയ്, അത്രമാത്രം പറഞ്ഞാലും മതിയല്ലോ. 100 ദിവസം ഒരു ഷോയ്ക്കുള്ളിൽ നിന്ന് നിങ്ങളുടെ എന്താ പറയുന്നത്, അതായത് ജനപ്രീതി കിട്ടിയാലേ വിൻ ചെയ്യൂ എന്നുള്ളൊരു ഷോ ആണത്. അപ്പോൾ ജനപ്രീതി കിട്ടാനുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ അതിൽ ചെയ്യത്തുള്ളൂ. ഒരു സാൻഡ്വിച്ച് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ പങ്കിട്ടെടുത്തു, ഞാനിവിടെ ഇരുന്നോളാം എന്നൊക്കെ പറയുന്നത് നല്ലതാണ്, പക്ഷേ അതിൽ ഒരു നാടകമുണ്ട്. അപ്പം നാടകത്തിൽ വിൻ ചെയ്ത് ഒരു ചുമ്മാ ചീള് ഷോയിൽ ജയിച്ച് വന്നു കഴിഞ്ഞാൽ നേതാക്കന്മാരാക്കൂല, പട്ടിക്കെട്ടിൽ പോലും ആരും കയറ്റൂല. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം ഇനിയെങ്കിലും മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വന്തം ഭാര്യയെ 4 ആളുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തുന്ന വ്യക്തിയെ എന്തർത്ഥത്തിലാണ് ജനനായകനാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഞാനും ആലോചിക്കാതെ ഇരുന്നില്ല. പക്ഷെ വളരെ സന്തോഷമായി. അതായത് എനിക്ക് തോന്നുന്നു ലോകത്ത് എവിടെ മലയാളികളുണ്ടോ മലയാളികൾ മുഴുവൻ May 4th ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇലക്ഷൻ റിസൾട്ട്. ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒത്തിരി ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ തോറ്റു, നമുക്ക് മനസ്സിലായി. അഖിൽ മാരാർ എന്നുള്ളൊരു പേര് പോലും ഒരു മീഡിയയിലും പറഞ്ഞില്ല. പിന്നെ നമ്മുടെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു. അരുൺകുമാറിനെ അത്ര നാളും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ആ ഒരു വാർത്ത പുള്ളി വളരെ മെച്യൂർഡായിട്ട് അങ്ങോട്ട് വായിച്ചില്ലേ. അത് നല്ല കൊടുക്കേണ്ടത് കൊടുക്കുകയും ചെയ്തു. ആ ഒരു റെസ്പെക്റ്റ് വിട്ട് കളഞ്ഞതുമില്ല, നല്ല റെസ്പെക്റ്റ് കയറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിവുണ്ടാകും എന്ന് വിശ്വസിക്കും.